ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും തമ്മിൽ കണ്ട പോലെ തന്നെ ഈ ഒരു ബീസ്റ്റിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. ഇത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം, കാരണം ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏകദേശം 6 മാസമായിട്ട് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അതിൻ്റെ ഒരു റിവ്യൂ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് പേര് IQ മൊബൈൽ എടുക്കണോ അല്ലെങ്കിൽ OnePlusൻ്റെ മോഡൽ എടുക്കണോ എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ആ കാര്യമാണ് ഞാൻ ഈ ഒരു റിവ്യൂയിലൂടെ പറയുന്നത്. സോ IQ15 എടുക്കണോ എന്നുള്ളതിൻ്റെ ഒരു കാര്യം, OnePlus 15 നോക്കണോ അല്ലെങ്കിൽ IQ15 എടുക്കണോ? ഒന്നും നോക്കണ്ട മക്കളെ, ഈ ഒരു മോഡൽ എടുത്തോ. റീസൺ പറയാൻ തന്നെ ഏകദേശം 6 മാസത്തോളം ഞാൻ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നു. സോ എല്ലാവരും OnePlus 15 കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഓൾറൗണ്ടർ ഫോൺ. അതെ, OnePlus 15 ഒരു ഓൾറൗണ്ടർ ഫോൺ തന്നെയാണ്. ക്യാമറ ഈസ് ബെറ്റർ, ഡിസ്പ്ലേ ഈസ് ബെറ്റർ, ബാറ്ററി ബാക്കപ്പ് ഈസ് ബെറ്റർ, പെർഫോമൻസ് ആണെങ്കിൽ വേറെ ബെറ്റർ, ഗെയിമിംഗ് ആണെങ്കിൽ അതിനേക്കാളേറെ ബെറ്റർ. സോ എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇറ്റ്സ് ആൻ ഓൾറൗണ്ടർ ഫോൺ. അത് കറക്റ്റാണ്. OnePlus 15 കുറിച്ച് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ കമ്പയർ ടു IQ15 എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും പറയും ഇത് ഗെയിമിംഗ് ഫോൺ മാത്രമാണ്, ഗെയിമിങ്ങിൽ മാത്രമാണ് ബെറ്റർ എന്ന് പറയും. പക്ഷേ പിന്നെ എന്തിലൊക്കെയാണ് ഇത് ബെറ്റർ എന്നല്ലേ എല്ലാവർക്കും അറിയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു ഡിസ്പ്ലേ ഏകദേശം എനിക്ക് തോന്നുന്നു OnePlus 15 IQ15 ഏകദേശം പ്രൈസ് റേഞ്ച് ഒക്കെ സെയിം ആണ്. പക്ഷേ OnePlus 15 വരുന്ന സമയത്ത് ഏകദേശം 7300 mAh ബാറ്ററി, ഇതിൽ 7000 mAh ബാറ്ററി വേണം. ഏകദേശം 300 mAh ഡിഫറൻസ് ആണ് രണ്ടിലും വരുന്നത്. പ്രൈസ് റേഞ്ച് ഒക്കെ സെയിം ആണ്, ചിപ്പ് സെറ്റ് സെയിം ആണ്. രണ്ടാമത് ഡിസ്പ്ലേയിലേക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് 2K ഡിസ്പ്ലേ ആണ്, മറ്റേത് വരുമ്പോൾ 1.5K ഡിസ്പ്ലേ ആണ്. സോ റെസൊല്യൂഷൻ വൈസ് നല്ലൊരു മാറ്റം വന്നു ഈ ഒരു ഫോണിനും നമ്മുടെ IQ15. അപ്പം പിന്നെ ഗെയിമിംഗ് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡിസ്പ്ലേയിൽ ഈ ഒരു ഗെയിം കളിക്കാൻ എനിക്ക് തോന്നുന്നു വേറൊരു ഫോൺ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സീരിയസ്ലി, നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ യൂസ് ചെയ്ത് OnePlus 15 ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, റെഗുലേറ്റ് അടിക്കും. അയ്യോ, ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ഫീലും. ദാറ്റ് മീൻസ് ഡിസ്പ്ലേ തീരെ ക്വാളിറ്റി ഇല്ല എന്നല്ല പറയുന്നത്. കമ്പയർ ടു IQൻ്റെ ഈ ഒരു ഡിസ്പ്ലേ ആയിട്ട് OnePlusൻ്റെ ഡിസ്പ്ലേ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു ക്ലാരിറ്റി ഫീലും അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് ഞാൻ പറയില്ലേ, തീരെ ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേ അല്ല OnePlus കൊടുത്ത 1.5K റെസൊല്യൂഷനിൽ കൊടുത്ത ഡിസ്പ്ലേ എന്ന് പറയുന്നത് മോശം ഡിസ്പ്ലേ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കമ്പയർ ടു IQൻ്റെ ഡിസ്പ്ലേ ഈ ഒരു ക്ലാരിറ്റി ശരിക്കും OnePlus 15 നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിൽ കളിക്കുന്ന ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് OnePlus 15 കിട്ടില്ല ഗെയിമിങ്ങിൽ. അത് വെച്ച് നോക്കുന്ന സമയത്ത് IQ15 എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് ബീസ്റ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിന് വേണ്ടി മാത്രം ഇറക്കിയൊരു ഫോണെന്ന് വേണേൽ പറയാം. പിന്നെ നോക്കുന്ന സമയത്ത് ബാറ്ററി ഹെൽത്ത് ഒട്ടും മോശമല്ല. എത്ര ഗെയിം കളിച്ചാലും ഏകദേശം 4-5 പ്രാവശ്യം ഗെയിം കളിച്ചാലും ഇതിലൊരു 50% അല്ലെങ്കിൽ 60% ബാറ്ററി അപ്പോഴും നിലവിലുണ്ടാവും. ഏകദേശം ഞാൻ ഹെവി യൂസാണ് ഫോൺ യൂസ് ചെയ്യുന്നത്. വൺ ഡേ രാവിലെ ഒരു 6 മണിക്ക് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം വീട്ടിലെത്തുന്നവരെ ഇതിൽ ചാർജ് നിൽക്കുന്നത്. ഏകദേശം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു 10% അല്ലെങ്കിൽ 15%, മാക്സിമം 20% വരെ ചാർജ് ഈ ഒരു ഫോണിൽ നിൽക്കുന്നുണ്ട്. അത്രയും ഹെവി അതായത് ഏകദേശം PUBG ഒരു 4-5 ടൈം കളിക്കും. അതിൻ്റെ കൂടെ എനിക്ക് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ചിലപ്പം ഞാൻ എൻ്റെ ജോബ് മൊത്തം ചെയ്യുന്നത് ഈ ഒരു ഫോണിലാണ്. സോ അത്രയും ബാറ്ററി ബാക്കപ്പ് ഈ ഒരു മൊബൈലിൽ കിട്ടും. സോ ബാറ്ററി ലെവൽ നോക്കുന്ന സമയത്തും ഈസ് എ ബീസ്റ്റ്. OnePlus 15 നോക്കുന്ന സമയത്ത് ഡിസ്പ്ലേയിലും ബാറ്ററിയിലും ആളൊട്ടും മോശമല്ല, മികച്ചതാണ്. ഇനി ക്യാമറ പോകുന്ന സമയത്ത് എൻ്റെ മുന്നത്തെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മൂന്നാർ പോയ ട്രിപ്പ് വീഡിയോസൊക്കെ എടുത്തത് സത്യം പറഞ്ഞാൽ ഈ ഒരു IQ15 ഞാൻ അല്ലെങ്കിൽ ഒരു വ്ളോഗ് ക്യാമറയോ അല്ലെങ്കിൽ ഐഫോണോ ഞാൻ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ വീഡിയോസ് എടുത്തതിലാണ്. അത്യാവശ്യം നല്ല മികച്ച ഫോട്ടോസും ഒരുവിധം ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സൈഡിൽ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല മികച്ച ഫോട്ടോസും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു സ്പെക്ക് നോക്കുന്ന സമയത്തും ഹീസ് എ ബീസ്റ്റ്. ഗെയിമിങ്ങും ബീസ്റ്റ്, ഡിസ്പ്ലേയും ബീസ്റ്റ്, ബാറ്ററി ബാക്കപ്പും കുഴപ്പമില്ല. പിന്നെ എന്താണ് IQ15 ഒരു ഓൾറൗണ്ടർ ഫോണല്ല എന്ന് എല്ലാവരും പറയുന്നതിൻ്റെ റീസൺ അറിഞ്ഞൂടാ. കമ്പാരിസൺ OnePlus 15 വെച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവാണ്, അല്ലാതെ മറ്റുള്ളവരെ ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഫോണിനെ ഞാൻ ഡീഗ്രേഡ് ചെയ്യുമൊന്നുമല്ല. OnePlus 15 നോക്കുന്ന സമയത്ത് ആ ഒരു പ്രൈസ് റേഞ്ചിന്
എനിക്ക് തോന്നുന്നത് മികച്ച ബീസ്റ്റ് എന്ന് പറയുന്നത് iQ15 ആണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോ പറയാം. അപ്പോൾ ബൈ ബൈ.